മസനഗുഡി വഴി ഊട്ടി അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ വൈറൽ വിഷയം. ഇത്രയധികം ട്രെൻഡിങ് സൃഷ്ടിക്കാൻ മാത്രം ഈ യാത്രയ്ക്ക് എന്താണ് ഇത്ര പ്രത്യേകത? തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് മസനഗുഡി. നിബിഡ വനങ്ങളും വെള്ളച്ചാട്ടങ്ങളും പ്രകൃതിയുടെ മനം കുളിർക്കുന്ന വശ്യ സൗന്ദര്യത്തിന് മുന്നിൽ ഏതൊരു സഞ്ചാരിയും വീണുപോകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മസനഗുഡിയിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്താൽ പ്രശസ്തമായ ഹിൽ സ്റ്റേഷനായ ഊട്ടി എത്തും. കൊടും വനത്തിലൂടെ ഏകദേശം 30 കിലോമീറ്റർ യാത്രയാണ് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഉള്ളത്. മുതുമലൈ ദേശീയോദ്യാനത്തിലൂടെയുള്ള റൈഡ് തന്നെയാണ് ഈ റൂട്ടിന്റെ ഹൈലൈറ്റ്. ഊട്ടിക്ക് പോകുകയാണെങ്കിൽ ഈ വഴി പോകണമെന്ന് പല റൈഡേഴ്സും റെക്കമെൻഡ് ചെയ്യുന്നതിന്റെ കാരണവും അതുതന്നെ. 5 റേഞ്ചുകളായി തിരിച്ചിട്ടുള്ള ഈ വന്യജീവി സങ്കേതത്തിന്റെ ഒരു പ്രധാന റേഞ്ച് മസനഗുഡിയാണ്. ഇന്ത്യൻ ആനകളുടെയും ബംഗാൾ കടുവകളുടെയും ഒക്കെ സംരക്ഷണ മേഖലയായ ഈ ദേശീയോദ്യാനത്തിലൂടെ പകൽ തന്നെ യാത്ര ചെയ്യണം. ആനസവാരിയും ട്രക്കിങ്ങും പക്ഷി നിരീക്ഷണവും അടക്കം സഞ്ചാരികൾക്ക് ധാരാളം സാധ്യതകൾ ഇവിടെയുണ്ട്. ഈ പ്രദേശത്തിന് വേണ്ടി തമിഴ്നാട് സർക്കാർ കോടികളാണ് ചെലവാക്കിയിട്ടുള്ളത്. റോഡിന്റെ ഇരുവശത്തും തിങ്ങി നിൽക്കുന്ന വനത്തിന്റെ ഇടയിലുള്ള ആ യാത്ര ഒരു പ്രത്യേക ഫീലാണ്. മരങ്ങൾ തിങ്ങി പാർക്കുന്ന ഈ പാതയിലൂടെ 36 ഹെയർപിൻ കയറിയാൽ പിന്നെ ഊട്ടിയാണ്. സാധാരണ കാണാറുള്ളത് പോലെ വിശാലമായ വളവുകളും അതിനിടയിലെ നീണ്ട ഇടവേളകളും ഇവിടെയില്ല. പകരം ഒരു ഹെയർപിൻ വളവിൽ നിന്ന് അടുത്തതിലേക്ക് നീളുന്ന ഒരു റോഡ്. വശങ്ങളിൽ വിശാലമായ കാനന കാഴ്ചകൾ, മാൻകൂട്ടങ്ങളെയും മയിലുകളെയും ഒക്കെ വഴിയോര കാഴ്ചകൾക്കിടയിൽ ധാരാളമായി കാണാം. മലഞ്ചെരിവിന്റെയും കൃഷിയിടങ്ങളുടെയും വെള്ളച്ചാട്ടത്തിന്റെയും എല്ലാം കാഴ്ച അതിമനോഹരമാണ്. ഈ വഴികളിലൊന്നും വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനുള്ള അനുവാദമില്ല. എങ്കിലും ഓരോ കാഴ്ചയും പകർത്തി പോകുന്നവരാണ് ഏറിയ പങ്കും. അപരിചിതവും അജ്ഞാതവുമായ കാടിന്റെ ഉൾക്കാമ്പുകളിൽ നിന്ന് കാഴ്ചകളിലേക്ക് ഇറങ്ങി വരുന്ന ചെറുജീവികൾ പോലും നമുക്ക് കൗതുകം സമ്മാനിക്കുമെന്നത് ഏറെ കൗതുകം ജനിപ്പിക്കുന്നതാണ്. സാഹസികമായ എന്തോ ചെയ്യുന്നു എന്ന തോന്നലിനൊപ്പം ഇപ്പോഴും പിടികിട്ടാത്ത പ്രകൃതിയുമായുള്ള ഒരു കണക്ഷൻ അറിയാതെ നമ്മളിലേക്ക് എത്തുകയാണ്. ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ മസനഗുഡി സൗന്ദര്യ റാണിയാണ്. മസനഗുഡിയിലെ ഹെയർപിൻ വളവുകൾ കയറി കല്ലിട്ടച്ചാൽ വഴിയാണ് ഊട്ടിയിലേക്ക് പോകാൻ കഴിയുക. കാടും മലയുമൊക്കെ കണ്ട് പതിയെ മസനഗുഡിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മനോഹരമായ ഒരു താഴ്വാരം കാണാം. വന്യജീവി സങ്കേതം കടന്നെത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും മലയുടെ പശ്ചാത്തലത്തിൽ ഒരു ഫോട്ടോ അത് നിർബന്ധമാണ്. വഴി നേരെ എത്തുന്നത് മസനഗുഡി പട്ടണത്തിലേക്കാണ്. ഒരു ചെറിയ ടൗൺ ആണ് മസനഗുഡി. വന്യജീവി സങ്കേതം തന്നെയാണ് അവിടുത്തെ മുഖ്യ ആകർഷണവും. അവധി ആഘോഷിക്കാൻ ഇറങ്ങിയ ടൂറിസ്റ്റുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് മസനഗുഡിയിൽ കാണുന്നത്. ഉത്തരേന്ത്യയും വടക്ക് കിഴക്കൻ പ്രദേശങ്ങളും അടക്കമുള്ള സമസ്ത മേഖലകളിലെ ജനങ്ങളും അതുവഴി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഊട്ടിക്ക് പോകുന്നവരാണ് ഏവരും. കുറെ ദൂരം ചെല്ലുമ്പോൾ ഊട്ടിയിലേക്കുള്ള വിഖ്യാതവും കഠിനവുമായ ഹെയർപിൻ വളവുകൾ തുടങ്ങുകയാണ്. ഊട്ടി എത്തിക്കഴിഞ്ഞാൽ സാധാരണ മലയാളികളുടെ എല്ലാം ഉള്ളിൽ ആദ്യം വരുന്നത് വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു എന്ന ഡയലോഗാണ്. പിന്നെ ഊട്ടിയെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. നീലഗിരി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഊട്ടി നഗരം അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ടതാണ്. സുഖകരമായ കാലാവസ്ഥ, മനോഹരമായ കാഴ്ചകൾ, തേയിലത്തോട്ടങ്ങൾ, ശാന്തമായ തടാകങ്ങൾ എന്നിവ ഈ നഗരത്തെ വളരെ സവിശേഷമാക്കുന്നു. ഇതിനെ ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞി എന്നും വിളിക്കപ്പെടുന്നു. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഊട്ടിയിലേക്കാണ് യാത്രയെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത മസനഗുഡി വഴി തന്നെ പോയി പ്രകൃതി ആസ്വദിക്കുക. മഴക്കാലത്തും മഞ്ഞുകാലത്തും മസനഗുഡി കൂടുതൽ സൗന്ദര്യമാകുന്നത് ഏവരും കണ്ടിരിക്കണം. കാട് അതിന്റെ തീവ്രതയിൽ വിഹരിക്കുന്ന വഴി അനുഭവിക്കുക എന്നത് നമ്മെ സുഖപ്പെടുത്തുന്നതാണ്.